ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. കുറച്ച് ദിവസമായി അല്ലേ, വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പുതിയ വാർത്തകളൊന്നും നല്ല വാർത്തകളൊന്നും കിട്ടിയില്ല. പിന്നെ ഇപ്പം നമ്മളെല്ലാവരും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ്. വളരെ സന്തോഷമുള്ള ഒരു ദിവസങ്ങളൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ച. മൊത്തത്തിൽ വലിയൊരു മൂഡ് ഔട്ട് തന്നെയായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിലായാലും പ്രളയം കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇല്ലെങ്കിലും, തൃശ്ശൂർ ടൗണിലൊന്നും ഇല്ലെങ്കിലും, ടൗണിൽ തന്നെ കുറേ ഭാഗങ്ങളിൽ വെള്ളം മുങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ മാനസിക വിഷമങ്ങളൊക്കെ ആയിരിക്കുന്ന സമയം കൊണ്ട് നമ്മളൊരു തനി യൂട്യൂബറല്ല, തനി എന്നും വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആളല്ല. വേറെയും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊഴിവുള്ള സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കൂടുതലും മമ്മൂക്കയുടെ സിനിമകളും ദുൽഖറിൻ്റെ സിനിമകളൊക്കെയാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാറുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും മാറ്റർ ചെയ്യുകയാണെങ്കിൽ തന്നെ കാണാൻ ആൾക്കാരധികം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ മമ്മൂക്ക ഫാൻസ്, ദുൽഖർ ഫാൻസൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് സാധാരണ എല്ലാ സിനിമകളുടെയും റിവ്യൂ ചെയ്യാറില്ല. റിവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കും പോകാൻ സമയമൊന്നും കിട്ടാറില്ല. ഇനി സമയം ഉണ്ടാക്കിയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വേറൊരു കാര്യം പറയാനാണ്. നമ്മുടെ മമ്മൂക്കയ്ക്ക് 15ാമത്, ഏകദേശം 68ാമത് ഫിലിം ഫെയർ അവാർഡാണ്. അതിൽ 15ാമതും മമ്മൂക്കയ്ക്ക്. നിസ്സാരല്ല കേട്ടോ. 15 തവണ എന്ന് പറയുമ്പോൾ ഒരു മലയാള നടൻ 15 തവണ ഫിലിം ഫെയർ അവാർഡ് വാങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. ഒരാൾക്കും ലോകത്തിലാരും കിട്ടിയിട്ടില്ല. അത്രയും വലിയൊരു അംഗീകാരമാണ് മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ വളരെയധികം സന്തോഷിക്കണം. ഈ 73 വയസ്സ്, ഈ വരുന്ന സെപ്റ്റംബർ 7-ന് 73 വയസ്സ് തികയാൻ പോകുന്ന നമ്മുടെ മമ്മൂക്ക ഇപ്പോഴും എന്താ പറയുക, ഫിലിം ഫെയർ അവാർഡ് വാങ്ങുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ 2 വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ മറ്റൊരു കാര്യം നമുക്കറിയാം, നാഷണൽ അവാർഡ് ടഗ്ഗുമെന്ന് നിൽക്കുകയാണ് 2 പേര്, മമ്മൂക്കയും മറ്റേ ഷെട്ടിയും. അവർ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരു കാഴ്ചയാണ്. മമ്മൂക്കയ്ക്ക് പരമാവധി കൊടുക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാഷണൽ അവാർഡ് ആയതുകൊണ്ട്, ഭരത് അവാർഡ് ആയതുകൊണ്ട് കൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ അവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പൊസിഷനിലാണ്. അപ്പോൾ ഇത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഫിലിം ഫെയർ അവാർഡ് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ അവാർഡും അതിൻ്റെ പ്രോഗ്രാംസാണ്. അപ്പോൾ അത് നമ്മുടെ മമ്മൂക്കയ്ക്ക് വീണ്ടും 15ാമത് കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും മമ്മൂക്കാനെ സ്നേഹിക്കുന്നവരെല്ലാവരും സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, ഈ വയനാട്ടിലുണ്ടായ ഈ പ്രകൃതി ദുരന്തത്തിൽ മമ്മൂക്ക മൊത്തം 35 ലക്ഷം, 15ഉം 20ഉം, ദുൽഖർ 15ഉം മമ്മൂക്ക 20ഉം കൊടുത്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ കെയർ ആൻഡ് ഷെയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ധാരാളം സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠന സാമഗ്രികളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും മമ്മൂക്ക ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സാമ്പിൾ മാത്രമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആദ്യത്തെ ഈ 35 ലക്ഷം ഇനിയും കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ 25 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അതിന് ശേഷം ആളുടെ വിശ്വശാന്തി ഫെഡറേഷൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അതിലൂടെ 3 കോടി കൊടുക്കാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട്. മോഹൻലാൽ ലാലേട്ടൻ അവിടെ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ തന്നെ അദ്ദേഹം പോയിരുന്നു, പട്ടാള വേഷത്തിൽ തന്നെ പോയിരുന്നു. അദ്ദേഹം ഓഫീസറാണല്ലോ, ലഫ്റ്റനൻറ്റ് കേണലാണല്ലോ. അപ്പോൾ ആ വേഷത്തിൽ തന്നെ പോയിരുന്നു. നമ്മളെല്ലാവരും അറിഞ്ഞുള്ള വാർത്തയാണ്. പക്ഷേ ഇവരെല്ലാം ഇപ്പം മമ്മൂക്കേനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മോഹൻലാലിനെ ദേഷ്യപ്പെടുന്നില്ല. മോഹൻലാൽ ഫാൻസുകാരെ അവർ മമ്മൂക്കയെ എപ്പോഴും അടിച്ചമർത്തി താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പറയാറുള്ളത്. ഞാനൊരു ലാലേട്ടൻ ആരാധകൻ തന്നെയാണ്. മാനറിസങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുള്ളതും ലാലേട്ടൻ്റെ തന്നെയാണ്. മമ്മൂക്കേനാണ് കൂടുതൽ ഇഷ്ടം എന്ന് മാത്രം. അപ്പോൾ ആരെയും നമ്മൾ താഴ്ത്തിക്കെട്ടുന്നൊന്നുമില്ല. എല്ലാവരും അതുല്യ കലാകാരന്മാരാണ് 2 പേരും. മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒപ്പം വയ്ക്കാനില്ലാത്ത രാജാക്കന്മാരാണ് അവർ. അപ്പോൾ അതൊരു വാർത്തയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ഉള്ള നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ, ചിലപ്പോൾ അവിടെയുള്ള കുറേ പേര് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും, മരണമടഞ്ഞു പോയൊരു നമ്മുടെയൊക്കെ വീഡിയോ ദാസേട്ടൻ തൃശ്ശൂർ എന്നൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും കാണാറുള്ളവരൊക്കെ ആയിരിക്കും. എന്തായാലും പറയുമ്പോൾ വലിയ വിഷമമുണ്ട്.
എന്തായാലും അവർക്കൊക്കെ സർവേശ്വരൻ അവരെ സ്വർഗത്തിലേക്ക് നയിക്കട്ടെ, അല്ലെങ്കിൽ അവിടെ നല്ലൊരു ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.